കഴിഞ്ഞ ദിവസമായിരുന്നു കർണാടകയിലെ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ റഹീമിന്റെ ഒരു പ്രസംഗം, ഇംഗ്ലീഷിലുള്ള ഒരു പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായത്. വിവാദം എന്നല്ല, അദ്ദേഹത്തെ ട്രോളുകൾ കൊണ്ട് മൂടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. നമ്മൾ പോലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ പഴയ പ്രസംഗങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ പല റിപ്പോർട്ടുകളും പുറത്തു വിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ എ റഹീമിനെ തുടച്ചു നീക്കാനുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും തകർത്ത് കളയാനുള്ള ഒരു ആയുധമായി മാറുമോ ഈ ഒരു കർണാടകയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇടപെടൽ? അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് ഇടപെടലിനെ ഒന്നും അങ്ങനെ പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ആ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കാമെന്ന് കരുതണ്ട. അദ്ദേഹം ഇതിനു മുമ്പും ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കാർഷിക സമരങ്ങളിലും അതേപോലെ തന്നെ ഹരിയാനയിലേക്കും മണിപ്പൂരിലേക്കും ഒക്കെ തന്നെ ഈ ഭാഷ അറിയാത്ത പരിമിതികളൊപ്പം തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യതയോടെ നിർവഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഭാഷയിൽ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതായത് ഇതിപ്പോൾ കോൺഗ്രസ് CPM ഒരു സൈബർ വാറായി മാറി കഴിഞ്ഞിരിക്കുന്നു, ട്രോൾ മെറ്റീരിയലായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇതിനു മുമ്പും ഒരുപാട് ട്രോൾ മെറ്റീരിയലുകൾക്ക് വിധേയമായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയല്ല, അദ്ദേഹം ആ ഒരു വിഷയത്തെ പരിഗണിച്ചുകൊണ്ട് അവിടെ ചെന്നില്ലേ അതിനെയാണ് അഭിനന്ദിക്കേണ്ടത്. അദ്ദേഹം പോലും അത് പറഞ്ഞിരുന്നു. ഇത് പറയുന്നത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നുള്ളതല്ല, ഞാൻ പറയുന്നത് അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിന്റെ വിഷമം എന്താണ്, അതാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് പോകുന്നത്. എ റഹീമിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നവർ പറയുന്നത് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് അവിടെ പോകുന്നത്. അത് കൃത്യമായി അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ ന്യൂനതകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന്റെ അടയാളമാണ് എ റഹീം MP എന്ന് പറയുന്ന ഒരു പറ്റം ആൾക്കാർ. ബേസിക് ഇംഗ്ലീഷ് പോലും അറിയാത്ത 100% ലിറ്ററസി എന്ന് പറയുന്ന കേരളത്തിന് അപമാനമാണ് എ റഹീം എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നോക്കൂ, പക്ഷേ ഇതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫെല്ലോഷിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ ഡീപ്പായിട്ട് തന്നെ കഴിഞ്ഞ ദിവസത്തേത് പോലെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ അതായത് കഴിഞ്ഞ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഗവേഷണത്തിന് അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് 4 ലക്ഷം രൂപ അദ്ദേഹം കൈപ്പറ്റിയെന്നും പിന്നീട് അതിന്റെ തീസിസ് സമർപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിവാദം ഒരു സമയത്ത് വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അത് 2022 ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട്. അപ്പോൾ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന R ബിന്ദുവിന്റെ അടുത്ത് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിങ്ങനെയാണ്, അതായത് ഈ ചോദ്യം ഇതായിരുന്നു: എ റഹീം ഗവേഷണ വിദ്യാർത്ഥി ഗവേഷണം പ്രബന്ധം സമർപ്പിക്കാതെ ഫെലോഷിപ്പ് കൈപ്പറ്റിയതായി രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ? പ്രസ്തുത റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുമോ? പ്രസ്തുത വ്യക്തി ഫെലോഷിപ്പ് തിരിച്ചു അടച്ചിട്ടുണ്ടോ എങ്കിൽ അതിന്റെ രേഖകൾ നൽകുമോ? ഇക്കാര്യത്തിൽ സർവകലാശാല നാളെ വരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കുമോ എന്ന് ചോദ്യോത്തരവേളയിൽ അന്ന് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ 15ാം നിയമസഭയിൽ 4ാം സമ്മേളനത്തിൽ ചോദിച്ച റെക്കോർഡുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവന് മറുപടിയായി വന്നിരിക്കുന്നത് എ റഹീം എന്ന ഗവേഷക വിദ്യാർത്ഥിക്ക് ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത ദിവസം മുതൽ അർഹതപ്പെട്ട കാലയളവിൽ 3.5 വർഷം ഗവേഷണം നടത്താനുള്ള ഫെലോഷിപ്പ് നൽകിയിട്ടുണ്ട്. ഫെലോഷിപ്പ് തുക തിരിച്ചടക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് മറുപടിയായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R ബിന്ദു അന്ന് പറഞ്ഞിരുന്നത്. ഗവേഷണ വകുപ്പ് സമർപ്പിച്ചു എന്ന പണം തിരിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എ റഹീം 3.5 വർഷം ഗവേഷണം നടന്നതായി ഫെലോഷിപ്പ് നൽകിയെന്ന ഒഴുക്കൻ മറുപടിയാണ് അന്ന് മന്ത്രി പറഞ്ഞതെന്നും സഭാരേഖകൾ പറയുന്നു. സഭാരേഖകളിലല്ല, ഒരു ജേർണലിസ്റ്റിക് സെൻസിൽ പറയുന്നു. രജിസ്റ്റർ നടത്തിയ അന്വേഷണം സംബന്ധിച്ച് മറുപടിയില്ല. ഫെലോഷിപ്പ് തിരിച്ചടച്ചിട്ടുണ്ടോ? സർവകലാശാല സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാമോ എന്ന ചോദ്യത്തിന് ഈ തുക തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്നായിരുന്നു അന്ന് മറുപടിയായി നൽകിയത്. ഫെലോഷിപ്പ് തുകയായ 3,44,744 രൂപ റഹീം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സിറ്റിയുടെ ഓൾഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഫെലോഷിപ്പ് തുക വാങ്ങിയിട്ട് തീസിസ് സമർപ്പിക്കാത്തതിനെ തുടർന്ന് പരാതി വന്ന സാഹചര്യത്തിലാണ് രജിസ്ട്രാർ അന്വേഷണം ആ കാലഘട്ടത്തിൽ നടത്തിയത് എന്ന്. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു രാഷ്ട്രീയ പീഡിതമായിട്ടുള്ള പലതരത്തിലുള്ള കളികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ യുവനിരയിലും ഇന്നത്തെ യുവനിരയിലും നിൽക്കുന്ന അന്നത്തെ പാലക്കാടിൻ്റെ MLA കൂടിയായിരുന്ന ഷാഫി പറമ്പിലാണ് ഇത്തരത്തിലൊരു ചോദ്യം നിയമസഭയിൽ ചോദിച്ചത്. ഇസ്ലാമിക് പഠന വിഭാഗത്തിലേക്ക് 2010 മെയ് 4 മുഴുവൻ സമയ ഗവേഷണ വിദ്യാർത്ഥിയായി എ റഹീം രജിസ്റ്റർ ചെയ്തത്. ആധുനിക വിദ്യാഭ്യാസവും അച്ചടി മാധ്യമങ്ങളും കേരളത്തിലെ മുസ്ലിം നവീകരണവും എന്ന വിഷയത്തിൽ 2011 ജനുവരി 4 മുതൽ ഇസ്ലാമിക പഠന വിഭാഗം മേധാവി ഡോക്ടർ ഷറഫുദ്ദീൻ്റെ മേൽനോട്ടത്തിൽ ഗവേഷണം ആരംഭിച്ചു. 2013 തീരേണ്ട ഗവേഷണം പൂർത്തിയാക്കാത്തതിനാൽ 2015 മെയ് 4 വരെ നീട്ടി നൽകി. 5 വർഷം അവസാനിച്ചതോടെ രാഷ്ട്രീയ സ്വാധീനം ഒപ്പിച്ചുകൊണ്ട് 2 വർഷം കൂടി നീട്ടി നൽകി എന്നുള്ള ആരോപണം അന്ന് ശക്തമായിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2014 മെയ് 4 മുതൽ 2013 നവംബർ 2 വരെയുള്ള ഫെലോഷിപ്പ് തുകയായ 3,44,744 രൂപ കൈപ്പറ്റുകയും ചെയ്തെന്ന് വിവരാവകാശ രേഖ അന്നത്തെ കാലത്ത് പുറത്തു വന്നിരുന്നതും ഏറെ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ഈ വിഷയം വീണ്ടും ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പിന്നെ ഇദ്ദേഹം LLB എടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് പക്ഷെ അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും റഹീമിനെ സജീവമായി വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം ഇന്നലെ കൃത്യമായി പറഞ്ഞല്ലോ, അദ്ദേഹം ആ തെറ്റുകളിൽ നിന്ന് തിരുത്താൻ തയ്യാറാണ്. ഇപ്പോൾ ഇന്നലെ എന്താണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. NK പ്രേമചന്ദ്രന്റെ ഇംഗ്ലീഷ് മാസ് ഡയലോഗ്, NG പണിക്കർ സ്റ്റൈൽ മാസ് ഡയലോഗുകൾ ഒരു വശത്ത്, PhDയും MAയും ഇല്ലാത്ത ലീഡറായ K കരുണാകരന്റെ ഭാഷാശുദ്ധിയും അദ്ദേഹം രാജ്യസഭയിൽ ഘോരം ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് മറുവശത്ത് ഇങ്ങനെ തെമ്മിൽ ഏറ്റുമുട്ടുന്നു. അതിൻ്റെ ഇടയ്ക്ക് CPMന്റെ സൈബർ ഹാൻഡിലുകൾ, കുഞ്ഞാലിക്കുട്ടിയുടെ രാജ്യസഭാ പ്രസംഗങ്ങൾ ഇന്നലെ കണ്ടില്ലേ. അത്തരത്തിലുള്ള ഇതൊരു സൈബർ വാറായി വീണ്ടും മാറിയിരിക്കുകയാണ്. ഏത് കാലഘട്ടത്തിലായാലും റഹീമിനെ പോലെ ഒരു വ്യക്തിയൊക്കെ സൈബർ ലോകത്ത് ഒരുപാട് അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു കൂട്ടം ആൾക്കാർ തയ്യാറായിരിക്കുന്നു തരത്തിലുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്നത്. അല്ല, ഇപ്പോ ഈ പറയുന്ന നമുക്കറിയാം, ഇടതിന് ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യമാണ്, ചുരുക്കനാള് മാത്രമുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ പല നേതാക്കന്മാരെയും അടക്കി നിർത്തുന്ന, അല്ലെങ്കിൽ പല നേതാക്കന്മാരുടെയും വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും അത്രത്തോളം കൺട്രോൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ട്രോളുകൾ വാങ്ങിയ ഒരു വ്യക്തിയാണ് റഹീം. ഇതിനു മുൻപ് പല പ്രസംഗങ്ങളിലും ഈ ഒരു ട്രോള് വാങ്ങിയ ആള് വീണ്ടും ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുമ്പോൾ അത് LDFന് വലിയൊരു തിരിച്ചടി തന്നെ. ഈ ട്രോളുകൾ കാരണം കൊണ്ടൊരു തിരിച്ചടി ആവാൻ സാധ്യതയില്ലേ? അല്ല, ട്രോളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ള കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ നോക്കേണ്ടത് എന്താണ്, അദ്ദേഹം കുറച്ചുകൂടി കരുതലോടെ നീങ്ങേണ്ടതായിരുന്നു എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. രാജ്യസഭ പോലൊരു മേഖലയിലേക്ക് കേരളത്തിന്, അദ്ദേഹം ഒരു പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പോകുന്ന വ്യക്തിയല്ല. കേരളത്തിൽ നിന്ന് CPM നോമിനേറ്റ് ചെയ്ത് രാജ്യസഭയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. കേരളത്തിലെ സമസ്ത മേഖലകളിലെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്തമുള്ള ഒരു MP ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് മലയാളത്തിൽ സംസാരിച്ചുകൂടായിരുന്നു. ഇപ്പോൾ ക്രിക്കറ്റ് താരങ്ങളെയൊക്കെ വെച്ചാണ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത്. പണ്ട് നമുക്ക് പ്രശാന്ത് പരമേശ്വർ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബൗളർ ഉണ്ടായിരുന്നു. ശ്രീശാന്തിനൊപ്പം അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് മലയാളത്തിൽ സംസാരിച്ചതിന് ശേഷം ശ്രീശാന്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒരു സമയത്ത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ TV9 പോലൊരു വലിയ ബഹുമുഖ ദേശീയ മാധ്യമ ഇത്തരത്തിൽ ചോദിക്കുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടെ ആ വിഷയത്തിന്റെ ഡെപ്തും വൈകാരികതയും ഒക്കെ മനസ്സിലാവും. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിത് ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ ട്രോളുകൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ വേട്ടയാടുന്നത് പോലെയല്ല, വ്യക്തിപരമായി. അതെ, അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോലും ഇന്നലെ അതിനെ ചർച്ച ചെയ്തു. അതിന് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പുണ്ട്, അത് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അതായത് ഇത് എന്താണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചേർന്നതല്ല, ഇത് UPയിലെ പോലെ ബുൾഡോസർ രാജ് കോൺഗ്രസ് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഗവൺമെന്റ് ഇതിലൊരു ഓഡിറ്റിംഗ് നടത്തണമെന്ന തരത്തിലുള്ള വലിയ കാര്യങ്ങൾ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ സമയത്ത് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്നോടും ഹർഷയോടും ആയാലും പെട്ടെന്നൊരു ബൈറ്റ് എടുക്കാൻ വരുമ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് മുൻകൂട്ടി കണ്ട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതാണ് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് മുന്നിലേക്ക് നമ്മൾ വന്ന് അദ്ദേഹം എത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പക്ഷെ അവിടെ എന്താണ്, ഇപ്പോൾ കേരളത്തിലെ നോർത്ത് ഇന്ത്യൻ കേഡറിൽ നിന്ന് വന്ന IPSകാരും IASകാരും റഹീമിനേക്കാൾ നല്ലപോലെ മലയാളം സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ബംഗാളികൾ വരെ മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാക്ഷരത നിറഞ്ഞ കേരളത്തിൽ നിന്നുള്ള ഒരു MPക്ക് എന്തുകൊണ്ട് കൃത്യമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ, ബേസിക് ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്.